നമസ്കാരം സുഹൃത്തുക്കളെ, നൗഫലാണ്. കുറച്ച് ദിവസങ്ങളായി വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിട്ട് വേറെ ഒന്നുമല്ല, ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് വീഡിയോസും കാര്യങ്ങളൊന്നും വരാൻ പറ്റിയിരുന്നില്ല. സോ വേറെ ഒന്നുകൊണ്ടല്ല, കുറച്ച് ഹെൽത്ത് ഇഷ്യൂസും. സോ ഇന്ന് മുതൽ ഈ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഇടാൻ ശ്രമിക്കാം. സോ വേറെ ഒന്നല്ല, നമുക്ക് മനസ്സിലാക്കാം, 3 മാസത്തോളായി ഗസയിൽ ഹമാസ് ഇസ്രായേൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നു. സോ അതിനെതിരെ അത് നിർത്തലാക്കാൻ വേണ്ടി പല രാജ്യങ്ങളും, പല സഖ്യകക്ഷി രാജ്യങ്ങൾ പോലും ഇതിന് ഇടപെട്ടു. സോ ഇതുവരെയായിട്ട് അതിന് സ്റ്റോപ്പബിലിറ്റി ഉണ്ടായിട്ടില്ല. ഇനിയിപ്പോൾ എത്ര മാസത്തോളം നീളും എന്നുള്ളത് ആർക്കും പറയാൻ പറ്റത്തില്ല. സോ ഇസ്രായേലാണ് കൂടുതൽ ഈ യുദ്ധങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആയുധങ്ങളാണെന്നുണ്ടെങ്കിൽ അവരുടെ അടുത്തില്ലാത്ത ടെക്നോളജി ഇല്ല. അത്രയും വലിയ ടെക്നോളജി ഉപയോഗിച്ചിട്ട് വരെ അവർ യുദ്ധം ചെയ്യാണ്. പക്ഷേ അവർക്ക് ഇന്നും ഹമാസിനെ പിടിച്ചെടുക്കാൻ പറ്റുന്നില്ല. സോ ഹമാസിനെ പിടിച്ചെടുക്കുക എന്നുള്ളത് ഭയങ്കര കഠിനപരമായ ഒരു ജോലിയാണെന്ന് അവർക്ക് തീർച്ചയായിട്ടും അറിയാം. അതുകൊണ്ട് എത്ര നാളത്തേക്ക് ഇത് തുടരുമെന്ന് ഒന്നും പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ ഇസ്രായേൽ വൻ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് വേറൊരു വാർത്തകൾ വരുന്നുണ്ട് കേട്ടോ. നമുക്കൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, എത്ര കാലം എടുത്താലും ഹമാസിനെ പിടിച്ചെടുക്കുക എന്ന് പറയുന്നത് വളരെ കഠിനപരമായ ഒരു സംഭവമാണ്. കാരണം അവർ പലസ്തീൻ്റെ മക്കളാണ്. പലസ്തീൻ്റെ മക്കൾ അവരെ രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ്. സോ ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യം ഇല്ലായിരുന്നു. അതിനു മുന്നേ പലസ്തീൻ ഇടം കൊടുത്തിട്ട് കിട്ടിയതാണ്. ഇസ്രായേൽ എന്ന് പറഞ്ഞ ജൂത കുടിയേറ്റന്മാർ വന്ന് താമസിച്ചു. അങ്ങനെയാണ് അവർക്ക് അവിടെ രാജ്യം ഉണ്ടാക്കാൻ സ്ഥാപിച്ചത്. അതുപോലെ തന്നെ പലസ്തീൻ ജനങ്ങളെ അടിച്ചമർത്താൻ പോലും ഉണ്ടായ ഒരു സാഹചര്യം. സോ അതിനെപ്പറ്റി കൂടുതൽ വിവരിക്കുന്നില്ല. ഇന്നിപ്പം പുതിയതായിട്ട് വരുന്ന വാർത്ത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഹമാസിനെ പൂർണ്ണമായിട്ടും ഗസയിൽ നിന്ന് അടിച്ചമർത്തി ഒഴിവാക്കും. അതുപോലെ തന്നെ പഴയ രീതിക്ക് പലസ്തീൻ ഭരണകൂടത്തിന് അവിടെ ഭരിക്കാം. അതുപോലെ തന്നെ അതിനൊന്നും ഇസ്രായേൽ ഒരു തടസ്സമായില്ല എന്നുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇസ്രായേൽ വേറെ കാര്യങ്ങളും കൂടി പറയുന്നുണ്ട്. ഇസ്രായേൽ ഇങ്ങനെ പലസ്തീനുള്ളിൽ എന്ത് സംഭവം നടക്കണം ഞങ്ങൾക്കൊരു വിഷയമല്ല, പക്ഷെ പലസ്തീൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം, സുരക്ഷ ഞങ്ങൾ ഏറ്റെടുക്കും എന്നുള്ള രീതിയിലാണ് അവർ ഇന്ന് നടത്തുന്ന അവരുടെ മന്ത്രാലയം ഇന്ന് വെളിപ്പെടുത്തുന്നത്. കാരണം അവർക്ക് ആ ഒരു രാജ്യം പലസ്തീൻ എന്ന രാജ്യം അവരുടെ കൊടുക്കയിൽ ഒതുങ്ങണം എന്ന് വിചാരിച്ചിട്ട് രീതിയിലാണ് ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇന്ന് അമേരിക്ക പോലും ഈ ഇസ്രായേലിനെ കൈവിട്ട അവസ്ഥയിലേക്കാണ് പോകുന്നത്. സോ ഒരു കാര്യം മനസ്സിലാക്കണം, ഹമാസ് എന്ന് പറയുന്ന സംഘടന ഒരിക്കലും ഒരു തീവ്രവാദ സംഘടനയല്ല. അവർ സ്വന്തം രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ് ഈ യുദ്ധം ചെയ്യുന്നത്. സോ ആ ഒരു ഘട്ടമാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. സോ ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ള കാര്യങ്ങൾ ഇത്രയൊക്കെ തന്നെയാണ്. ഒരിക്കലും സ്വന്തം നാട്ടിൽ നിന്ന് അടിച്ച് ഇറക്കപ്പെടേണ്ട ആളുകളല്ല പലസ്തീനികൾ. അപ്പം അതിനു വേണ്ടിയിട്ട് ഇന്ന് ഈ ഒരു യുദ്ധം നടക്കുന്ന സമയത്ത് വേറെ കാര്യം ഇമ്പോർട്ടൻ്റ് പറയാനുള്ളത്, ഇന്ന് ഈ യുദ്ധം നടക്കുന്ന സമയത്ത് പോലും അമേരിക്ക പോലും പറഞ്ഞിട്ട് പോലും ഇസ്രായേൽ ഇതുവരെ ഒരു അടി അനങ്ങുന്നില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമേരിക്ക ഏറ്റവും സപ്പോർട്ട് ചെയ്യുന്ന രാജ്യമാണ് ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യം. അപ്പോൾ അതുകൊണ്ട് ഇന്ന് അമേരിക്ക പറഞ്ഞത് പോലും ഇസ്രായേൽ കേൾക്കുന്നില്ല. സോ അതിനൊരു ഭയങ്കരമായിട്ടുള്ളൊരു തിരിച്ചടി എന്തായാലും ഇസ്രായേലിന് കിട്ടുമെന്ന് നമുക്ക് തോന്നുന്നു. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും കൊച്ചു മക്കളെ പോലും കൊന്നൊടുക്കിയിട്ട് ഒന്നും കിട്ടാനില്ല. യുദ്ധം ചെയ്യുമ്പോൾ ആണുങ്ങൾ തമ്മിലായിട്ട് കുട്ടികളെയും യുദ്ധത്തിലും മെയിനായിട്ട് വേറെ കാര്യങ്ങളോ ഈ യുദ്ധം ചെയ്യുന്നതിന് മുന്നേ ലോക രാജ്യങ്ങൾ തമ്മിലുള്ള കരാറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് ലോക ആരോഗ്യ സംഘടനകൾ പറയുന്നത് അത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ അഭയാർത്ഥി ക്യാമ്പുകൾ ഒരിക്കലും നശിപ്പിക്കാൻ പാടില്ല. അതായത് ഹോസ്പിറ്റലുകൾ, അങ്ങനെ ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയ ഈ കാര്യങ്ങളൊന്നും നശിപ്പിക്കാൻ പാടില്ല, യുദ്ധത്തിലൊന്നും പാടില്ല എന്നാണ്. അതുവരെ നിയമലംഘനം നടത്തിയിട്ടാണ് ഇസ്രായേൽ ഇന്ന് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഇന്നല്ലെങ്കിൽ നാളെ തീർച്ചയായിട്ടും പലസ്തീൻ മക്കൾക്ക് അതിനൊരു നല്ലൊരു അനുകൂലമായ മറുപടി ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഏതായാലും വീഡിയോ ഇവിടെ വെച്ച് നിർത്താണ്. വീഡിയോ ഒന്ന് ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്തേക്കുക. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ മറക്കുക. അതുപോലെ തന്നെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം.